നമസ്കാരം, തിരുവല്ല ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ മാത്യു കോശി. തിരുവല്ല പുഷ്പഗിരി ടൗണിലോട്ടുള്ള റോഡാണ്. ഇവിടെ തിരുവല്ല പബ്ലിക് സ്റ്റേഡിയത്തിൻ്റെ അനക്സ് എന്നൊക്കെ പറയാവുന്നതുപോലെ ഒരു നീന്തൽ കുളമാണ്, സ്വിമ്മിംഗ് പൂൾ. എന്നാൽ ഒരു അല്പം സങ്കടത്തോട് പറയട്ടെ, ഇതിനകത്തോട്ട് കയറാൻ എനിക്കൊരു പേടിയായിരുന്നു. വല്ല പാമ്പോ പെരിച്ചാഴിയോ തവളയോ വല്ലതും വരുമോ എന്നൊക്കെ ഒരു പേടി. അത് ജെനുവിൻ ഡൗട്ടാണ്. നമ്മൾ ഇത് കുറച്ച് പൈസയൊക്കെ മുടക്കി മുനിസിപ്പാലിറ്റി വളരെ ദർശനത്തോടു കൂടി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇതിപ്പോൾ മഴവെള്ള സംഭരണി പോലെ മഴ പെയ്ത വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ശനിയാഴ്ച ഒരു മഴ പെയ്ത ആ മഴയ്ക്ക് നിറഞ്ഞ വെള്ളമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നീന്തൽ ഇന്ന് വളരെയധികം പ്രധാനപ്പെട്ട ഒരു എക്സസൈസാണ്, വ്യായാമമാണ്. ഇതൊരു ഇൻ്റർനാഷണൽ സ്പോർട്സ് ഇവൻറ്റുമാണ് സ്വിമ്മിംഗ് എന്ന് പറഞ്ഞത്. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും എല്ലാം കുട്ടികൾക്ക് കരിയറാക്കാവുന്ന ഒരു ഇനവുമാണ്. അതുകൊണ്ട് അതിൻ്റെ ബാലപാഠങ്ങളൊക്കെ പഠിക്കുവാൻ തിരുവല്ലയിലെ നഗരസഭ നല്ല ദർശനത്തോടു കൂടി തുടങ്ങിയ ഒരു സംഭവം തന്നെയാണ്. വളരെ നല്ല ദർശനമാണ് ഇതിന് പിന്നിലുള്ളത്. എന്നാൽ നിർഭാഗ്യവശാൽ ഇതിന്ന് ഈ സ്ഥിതിയിൽ കിടക്കുകയാണ്. ഇതിനൊരു പരിഹാരം കണ്ടെത്തിയേ ഒക്കത്തുള്ളൂ. അതും നമുക്ക് ഈ സമ്മർ വെക്കേഷന് തന്നെ 2026 ഏപ്രിൽ മാസത്തെ മധ്യവേനൽ അവധിക്ക് തന്നെ സ്വിമ്മിംഗ് പൂളിൻ്റെ നവീകരണവും നടത്തേണ്ടത് തിരുവല്ലക്കാർക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്. നീന്തലിന് കായിക വിനോദം എന്നതിലുപരി ശരീരത്തിൻ്റെ ആരോഗ്യത്തെ പരിപാലിക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ട്. കാരണം ഓസ്മോസിസ് എന്നൊക്കെ ശാസ്ത്രീയമായി പറയുന്നത് പോലെ ശരീരത്തിലെ മാലിന്യങ്ങൾ മൊത്തവും ക്ലീൻ ചെയ്യാനുള്ള ഒരു പ്രോസസ്സാണ് വെള്ളത്തിൽ കുറേ നേരം ഇങ്ങനെ കിടക്കുക എന്നുള്ളത്. അതിനുള്ള വലിയൊരു ഫെസിലിറ്റിയാണിത്. അതുകൊണ്ട് തിരുവല്ലക്കാർക്ക് മൊത്തം ഇത് അതിൻ്റെ അപ്പുറത്തൊരു പാർക്കുണ്ട്. ഏത് നാഗരികതയുടെ ആണെങ്കിലും ഏത് സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടുത്തെ ജനങ്ങൾക്ക് ജോലിയുടെ ടെൻഷനും പ്രയാസവും ആകുലതയൊക്കെ മറന്ന് ഒന്ന് റിലാക്സ് ചെയ്യാനും ഒന്ന് വിശ്രമിക്കുവാനും കുടുംബങ്ങളായിട്ട് വന്നിരിക്കുവാനും 4 മണി നേരത്ത് കപ്പലണ്ടിയൊക്കെ കുറിച്ച് നല്ല പാട്ട് നമ്മൾ തിരുവനന്തപുരം മ്യൂസിയം കോംപ്ലക്സിൽ പോകണം. അവിടെ ആകാശവാണിയുടെ പഴയ പാട്ടും ഒക്കെ ഇട്ട് എത്രയോ ആയിരക്കണക്കിന് ആൾക്കാരാണ് വൈകിട്ട് 5 മണി തൊട്ട് രാത്രി 11 മണി വരെ അവിടെ വന്നിരിക്കുന്നത്, റിലാക്സ് ചെയ്യുന്നത്. അത് ഏതൊരു സംസ്കാരത്തിൻ്റെ ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ്. നാം ഇന്ന് കേരളത്തിൽ ആത്മഹത്യ കൂടുന്നു, ടെൻഷൻ കൂടുന്നു, മാനസിക ആരോഗ്യം കുറയുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇങ്ങനെ മനുഷ്യന് റിലാക്സ് ചെയ്യാനുള്ള അവസരങ്ങൾ, അതാണ് മുനിസിപ്പൽ പാർക്കിൽ കൂടെയും ഇങ്ങനെ സ്വിമ്മിംഗ് പൂൾ ഇവിടെയൊക്കെ നല്ല വൃത്തിയാക്കി കഴിഞ്ഞാൽ, ഇത് തമ്മിലൊരു കണക്ഷനും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ കുടുംബമായിട്ട് മാതാപിതാക്കൾ അവിടെ പാർക്കിൽ വിശ്രമിക്കും. അപ്പോൾ തന്നെ അവരുടെ കുട്ടികൾക്ക് ഇവിടെ സ്വിമ്മിംഗ് പൂളിലും അപ്പുറത്തെ സ്റ്റേഡിയത്തിൻ്റെ വിവിധ ഗെയിംസൊക്കെ പങ്കെടുക്കുവാനും ഒക്കെയുള്ള അവസരം തീർച്ചയായിട്ടും ഉണ്ടാകണം. അതുകൊണ്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ പറയുന്നത് ഒരു വ്യക്തിയുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യമാണ് സമ്പൂർണ്ണ ആരോഗ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആരോഗ്യമുള്ള ഒരു കേരളം, ആരോഗ്യമുള്ള ഒരു ഭാരതം. നമ്മളുടെ കുഞ്ഞുങ്ങൾ, നമ്മളുടെ ചെറുപ്പക്കാരൊക്കെ ലഹരിയുടെയൊക്കെ പുറകെ പോകുമ്പോൾ അവരെ ലഹരിയിലേക്കൊക്കെ വിടാതെ കൊച്ചുകുട്ടികളെ വളരെ ചെറുപ്പത്തിലെ കായിക സംസ്കാരത്തിലേക്ക് കൊണ്ടുവരിക, നല്ല നല്ല ഹോബീസ് അവർക്ക് കൊടുക്കുക, ഇരുന്ന് സംസാരിക്കുവാൻ നല്ല പൊതു ഇടങ്ങൾ രൂപപ്പെടുക. അങ്ങനെ നല്ല ഒരു സംസ്കാര നിർമ്മിതിയിൽ നല്ല ഒരു വരും തലമുറയെ കാത്തു സൂക്ഷിക്കാൻ തിരുവല്ലയിലെ പൗരാവലിക്ക് ഉത്തരവാദിത്വമുണ്ട്, തിരുവല്ലയിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ ഒരുമിച്ച് ചെയ്യും. തിരുവല്ല ന്യൂസ് എപ്പോഴും ഏറ്റവും നല്ല പിന്തുണയുമായി കൂടെ ഉണ്ടാകും. നമസ്കാരം.